തുടർന്ന് അല്പസമയം നമുക്ക് കർത്താവിൻ്റെ വചനം ധ്യാനിക്കാം. റോമാലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിപ്പാനും അതേ തുടർന്ന് ആ ഭാഗത്തു നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ധ്യാനിപ്പാനും കർത്താവിൻ്റെ കൃപയിൽ താല്പര്യപ്പെടുകയാണ്. റോമാലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവരെ നിനക്ക് പ്രതിഫലം കുറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണയായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയുമെന്ന് നനയ്ക്കുന്നുവോ? അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന് ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? മതിയാവും. ഇന്നത്തെ പകൽ സമയം തുടർന്ന് കർത്താവിൻ്റെ വചനം നമുക്ക് ധ്യാനിക്കാം. ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. വേദപുസ്തകം തുറന്ന് നമ്മൾ വായിച്ച ആ വേദഭാഗം കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ അത് എവിടുന്നാണെന്നും എന്താണെന്നും ഒക്കെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ശേഷമുള്ള സമയം ശ്രദ്ധയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ഈ 2-ാമത്തെ അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, അവിടെ ആവർത്തിച്ചു വരുന്ന ഒരു പദമുണ്ട്. ആവർത്തിച്ചു വരുന്ന ഒരു പദം, ആ പദം ന്യായവിധി അല്ലെ വിധി എന്നുള്ളതാണ്, ജഡ്ജ്മെൻറ്റ്. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജഹാംഗീർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, യാതൊരു ക്രിസ്തീയ പാരമ്പര്യവും ഇല്ലാത്ത ഒരു ഈ ദേശത്തെ റിലീജിയനിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ ദേശക്കാരുടെ ആ വിശ്വാസത്തിൽ നിന്നൊരുവൻ കർത്താവിനെ അറിഞ്ഞപ്പോൾ ദൈവം തനിക്ക് കൊടുത്ത ആ ദൈവവചനത്തിലുള്ള ആ പരിജ്ഞാനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു വാക്കുകൂടെ അതിനോട് ചേർന്ന് പറയട്ടെ, അദ്ദേഹത്തിന് സുവിശേഷത്തെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാട്. അദ്ദേഹം പറഞ്ഞേ, ഇഫ് ദ ഗോസ്പൽ പ്രീച്ച്ഡ് ബൈ, അത് എൻ്റെ വാക്കുകളാണ്, പോൾ ഈസ് ഗുഡ് ഇനഫ് ഫോർ ദോസ് പീപ്പിൾ, then it is good enough for all the people. അതാ അദ്ദേഹം മീൻ ചെയ്ത്, അതായത് ബീഹാറിൽ ബക്സറിലുള്ള തടവിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്കും ദരിദ്രർക്കും എല്ലാ ആവശ്യം പാപത്തിൽ നിന്നുള്ള മോചനമാണ്. അതാണ് താൻ സംസാരിക്കുന്നത്. അതിൽ കുറഞ്ഞ ഒന്ന് താൻ സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിന് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എൻ്റെ ആ ചിന്താഗതിയെ അടിവരയിട്ട് പറയുന്ന വാക്കുകളാണ്. അത് കേട്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി. എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, സുവിശേഷമാണ് നമുക്കെല്ലാം ആവശ്യം. നമുക്ക് ആർക്കും ആവശ്യം നമ്മളെ ഒന്ന് പാസിഫൈ ചെയ്യുന്ന, നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് നമുക്കൊരു പരിഹാരം തരുമെന്നൊന്നും പറയുന്ന വാക്കുകളല്ല. അതല്ല നമ്മുടെ ആവശ്യം. അതല്ല നമ്മുടെ ആവശ്യം. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ്. നമ്മുടെ ആവശ്യം നിത്യജീവനാണ്. നിത്യജീവൻ്റെ മൊഴികൾ ഉള്ളത് കർത്താവിൻ്റെ പക്കലേ ഉള്ളൂ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, കർത്താവേ, ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ ഞങ്ങൾ പോകേണ്ടത്? സ്തോത്രം. മറ്റു പലയിടത്തും പോയാൽ അപ്പമൊക്കെ കിട്ടും. അവിടെ ആ പശ്ചാത്തലമാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ പശ്ചാത്തലം. അപ്പം അതിന് വേണ്ടതാകുന്ന കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന പല സ്ഥലങ്ങളുണ്ടാകും. പക്ഷേ നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലേ ഉള്ളൂ. നിന്നെ വിട്ടേച്ച് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ആവശ്യം എന്നുള്ള ബോധ്യം നമ്മൾ മറക്കരുത്. നമ്മുടെ പ്രശ്നം ആത്മീകമാണ്. നമ്മുടെ വിഷയം ആത്മസംബന്ധിയാണ്. നമ്മുടെ വിഷയം നിത്യതയാണ്. കാരണം ഈ ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയുമില്ല. ഇത് പെട്ടെന്ന് തീരുന്നതാണ്. അതുകൊണ്ട് ലെറ്റ് us face God. നമുക്ക് ദൈവത്തെ അഭിമുഖീകരിപ്പാനുള്ളതാകുന്ന ആ ഒരു തിടുക്കത്തോടെ നമ്മുടെ മരുഭൂയാത്ര കഴിപ്പാൻ ദൈവം നമുക്കിടയാക്കട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടുള്ള വിഷയം ന്യായവിധി എന്നുള്ളതാണ്. ഗോഡ്സ് ജഡ്ജ്മെൻറ്റ്
upon the self-appointed judges. വിധികർത്താക്കളായി സ്വയം നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ. അതാണ്, അങ്ങനെയാണ് വാക്ക് ആരംഭിക്കുന്നത്. അപ്പോൾ തങ്ങൾ തന്നെ വിധികർത്താക്കളാകുകയാണ്. ആ വിധികർത്താക്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ദൈവത്തിൻ്റെ ന്യായവിധി 3 കാര്യങ്ങളിൽ അവിടെ വ്യക്തമാക്കുകയാണ്. ഒന്ന്, ദൈവത്തിൻ്റെ ന്യായവിധി തെറ്റിയൊഴിയുവാൻ ആർക്കും കഴിയത്തില്ല. ഇൻഎസ്കേപ്പബിളാണ്. അതാണ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ആർക്കും തെറ്റിയൊഴിയുവാൻ കഴിയുന്നതല്ല. മറ്റേ 2 കാര്യം കൂടെ പറഞ്ഞേച്ച് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. അതിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മൾ വായിക്കുന്നത്, എല്ലാവരും പുസ്തകം ഒന്ന് തുറക്കുന്നത് നല്ലതാണ് പ്ലീസ്. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദം എന്നറിയാം, ഈ താളുകൾ മറിയുന്നതിൻ്റെ ശബ്ദമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് അത് കേൾപ്പിക്കാനൊന്നും ആരും ശ്രമിക്കണ്ട, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ പുസ്തകം തുറക്കുന്ന ആ കാര്യം. ഒന്നാമത്, അത് തെറ്റിയൊഴിയാവുന്നതല്ല, ഇൻഎസ്കേപ്പബിൾ ആണ്. ഗോഡ്സ് ജഡ്ജ്മെൻറ്റ് ഓൺ എവ്രി പേഴ്സൺ who thinks he is a cut above the rest. He thinks he is above everybody. അവരോട് പറയുക, do you think you will escape God's judgment? നീ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമോ? അതാ ഒന്നാമത്തെ ചോദ്യം. 2, ദൈവത്തിൻ്റെ ന്യായവിധി 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പോൾ പറയുക, അത് നീതിയുള്ള ന്യായവിധിയാണ്. We can be rest assured there will be no miscarriage of justice. അനീതി എന്നുള്ളത് അവിടെ ഇല്ല, നീതിയുള്ളതായിരിക്കും. മറക്കരുത്, ദൈവത്തിൻ്റെ ന്യായവിധി തെറ്റിയൊഴിയാൻ പറ്റുന്നതല്ല, ആർക്കും തെറ്റിയൊഴിയാൻ പറ്റുകയില്ല. 2, ദൈവത്തിൻ്റെ ന്യായവിധി നീതിയുള്ള ന്യായവിധിയാണ്. 3, അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മറ്റൊരു സവിശേഷത, അത് മുഖപക്ഷമില്ലാത്തതാണ്. There will be no favoritism. യഹൂദനായതുകൊണ്ട് അവനോടൊരു ഫേവറോ, നമ്മൾ IPC-കാരായതുകൊണ്ട് അല്ലെങ്കിൽ ചർച്ചകോടുകാരായതുകൊണ്ട് അല്ലെങ്കിൽ AG-കാരായതുകൊണ്ട് നമുക്കൊരു ഫേവറോ ഇല്ല, മുഖപക്ഷമില്ല. ഇപ്പം മനസ്സിലാക്കണേ, ദൈവത്തിൻ്റെ ന്യായവിധിയുടെ നേച്ചർ എന്താ? 1, അത് തെറ്റി ഒഴിയാൻ പറ്റുകയില്ല. 2, അത് നീതിയുള്ളതാണ്. 3, അത് മുഖപക്ഷമില്ലാത്തതാണ്. ഫേവറിറ്റിസം ദൈവത്തിനില്ല. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്കൊന്ന് കടന്നു വരാം. നമ്മളവിടെ ശ്രദ്ധിച്ചാൽ ഇവിടെ പറയുന്ന കാര്യം എന്താ? ഇവിടെ പറയുന്നതാകുന്ന കാര്യം, ദൈവത്തിൻ്റെ ന്യായവിധി തെറ്റിയൊഴിയാവുന്നതല്ല. അതിൻ്റെ കാരണം എന്താ? കാരണം നമ്മൾ അവിടെ വായിക്കുന്നു. അതിൻ്റെ കാരണം, you who judge others practice the very same things. എന്തുകൊണ്ടാണ് അപ്പോൾ പറയുന്നത് ദൈവത്തിൻ്റെ ന്യായവിധി തെറ്റിയൊഴിയാവുന്നതല്ലെന്ന്? അതിൻ്റെ കാരണം അവിടെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അതുകൊണ്ട് വിധിക്കുന്ന
ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറവാൻ ഇല്ല. ഒരിക്കൽ ഒരു മദ്യപൻ അവനോട് ഒരാൾ ഒരു ഉപദേശം പറഞ്ഞപ്പം, ഈ സാങ്കല്പികട്ടോ, ജീവിച്ചിരിക്കുന്ന ആരുമായിട്ടും ഇതിന് ബന്ധമില്ല. അന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, ഞാൻ ഇച്ചിരി മദ്യമൊക്കെ കഴിക്കുന്ന ആളാണ്. ഞാൻ കഴിക്കുന്ന ആളാണ്. എനിക്കത് കഴിക്കാതിരിക്കാൻ പറ്റത്തുമില്ല. എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ടല്ലോ, കഴിക്കല്ലെന്ന് പറയുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും, എന്നിട്ട് ഞങ്ങളെപ്പോലുള്ളവരോട് പറയും കഴിക്കരുത്, ഇത് മഹാ പോക്കാണ്. അപ്പം ആ ഇൻകൺസിസ്റ്റൻസിയാണ് അവിടുത്തെ വിഷയം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഞാനീ പറയുന്ന പുസ്തകത്തിലേക്കൊന്ന് വന്നേ. അതിൻ്റെ 1:32 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്, അവിടെ ആ അകൃത്യമെല്ലാം ചെയ്ത മനുഷ്യരുടെ ഒരു മനോഭാവം എന്താ? ഒന്ന് വായിച്ചു, പെട്ടെന്ന് വായിച്ചു. അവർക്കറിയാം. ഒരു മദ്യം പറയാം, എനിക്കറിയാം ഇത് തെറ്റാണെന്നും അറിയാം. പക്ഷെ അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുക. വായിച്ചു. അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, അറ്റ്ലീസ്റ്റ് ദേ ആർ കൺസിസ്റ്റന്റ് ഇൻ ദെയർ ആക്ഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്. മനസ്സിലാകുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് ദേ ആർ കൺസിസ്റ്റന്റ് ഇൻ ദെയർ ആക്ഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. നമുക്കറിയാം ഇത് പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ മോളിൽ പറഞ്ഞ കാര്യം, ഇത് പ്രവർത്തിക്കുന്നവരുടെ നേരെയുള്ള ദൈവത്തിന് ഞങ്ങൾ അതിന് യോഗ്യരാണ്. പക്ഷേ അവർക്കറിയാം അത് പ്രവർത്തിക്കുക മാത്രമല്ല, അത് പ്രവർത്തിക്കുന്നവരിൽ എന്ത് ചെയ്യുന്നു? പ്രസാദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നീ എന്ത് ചെയ്യുന്നു? വായിച്ചോ. ഇല്ല. അന്യനെ വിധിക്കുന്നത് നീ നിന്നെ തന്നെ വിധിക്കുക. കാരണം എന്താ? അവിടെയാണ് വിഷയം. അപ്പൊ മുകളിൽ നമ്മൾ ആ പശ്ചാത്തലത്തിൽ നിൽക്കണം. മുകളിൽ പൗലോസ് ചിലരെ കുറിച്ച് പറഞ്ഞു, ദൈവം അവരെ കൈവിട്ടെന്നും, കൈവിട്ടപ്പം അവരെ പാപത്തിൻ്റെ കുത്തൊഴുക്കിൽ അവരങ്ങനെ അതിൽ രസിച്ച്, അതിൽ ആനന്ദിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അല്പം ധാർമ്മികമാകുന്ന ഉയർന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരാൾ പറയുകയാണ്, യെസ് പോൾ, വി അഗ്രി വിത്ത് യു, വി അഗ്രി വിത്ത് യു. നീ പറഞ്ഞത് ശരിയാ. അവൻ ചെയ്തത് ഭയങ്കര തെറ്റാ. അപ്പോൾ ആ ഒരു മനോഭാവം നമ്മളെല്ലാം ഉണ്ട്. മദ്യപിക്കുന്ന, സിഗരറ്റ് വലിക്കുന്ന, അല്ലേ, ഈ ഹീന പ്രവൃത്തി ചെയ്യുന്ന, എനിക്കതൊന്നും ചിന്തിക്കാൻ പറ്റുകയില്ല, ഒന്നും ചിന്തിക്കാൻ പറ്റുകയില്ല. പക്ഷെങ്കിൽ ഇവിടുത്തെ പ്രശ്നം എന്താ? ഞാൻ പെട്ടെന്ന് നിങ്ങളെ ഒന്ന് അത് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുക. ഇവിടുത്തെ പ്രശ്നമൊന്നുമല്ല. എന്താണെന്ന് ചോദിച്ചാൽ, 1,00,000 രൂപ കടമുള്ള ഒരുത്തനുണ്ട്, 10,000 രൂപ കടമുള്ള ഒരുത്തനുമുണ്ട്. അപ്പോൾ ഈ 10,000 രൂപ കടമുള്ളവൻ പറയുക, എനിക്ക് അവൻ്റെ
അത്രയും കടമില്ല, അതുകൊണ്ട് എനിക്ക് വലിയ കടമൊന്നുമില്ല. മനസ്സിലാക്കണം, 1,00,000 രൂപ കടമുള്ളവൻ്റെ അത്രയും കടം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കടക്കാരനല്ലെന്ന്. എനിക്ക് 10,000 ഉള്ളെന്ന്. പക്ഷേ 10,000 ഞാൻ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനും കടക്കാരനാണ്, അവനും കടക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ 1,00,000 രൂപ കടബാധ്യതയുള്ള ഒരുവനെ 10,000 രൂപ കടബാധ്യതയുള്ളവൻ കടക്കാരനെന്ന് വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? അതേ ചിന്തയാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ആക്ഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്. എന്താണ് ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നം? പ്രിയപ്പെട്ടവരെ, ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നം, അതായത് മനോഭാവത്തിൻ്റെ വിഷയം, ഇവിടുത്തെ മനോഭാവത്തിൻ്റെ വിഷയം. ഇങ്ങോട്ട് കേട്ടെ. ലിസൺ. ഓക്കെ, മനോഭാവം, പ്രവൃത്തി, ഇത് തമ്മിലുള്ളതാകുന്ന വിഷയം എന്താ? ഞാൻ പെട്ടെന്ന് ഒന്ന് വിശദീകരിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, മനോഭാവം, ഉള്ളിലെ ഭാവം, പ്രത്യേകിച്ച് അൺകൺഫസ്ഡ് ആയിട്ടുള്ള, അൺഫർഗീവൺ ആയിട്ടുള്ള, ഏറ്റുപറയാത്ത, ക്ഷമ പ്രാപിക്കാത്ത ഒരു മനോഭാവം, ഒരു പാപം എൻ്റെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നില്ലെന്നുള്ളത് ശരിയായിരിക്കും. ഇപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് നമ്മൾ കാണുന്നില്ലായിരിക്കാം. എൻ്റെ ഒപ്പം വരണേ. അതിൻ്റെ കാരണം, മദ്യപിക്കുന്ന ഒരുവന് മദ്യപിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് അവൻ്റെ ശരീരത്തൊക്കെ അത് ബാധിക്കാൻ തുടങ്ങി. എന്നാൽ വേറൊരുവന് ഒരിക്കൽ ഒരു പ്രിയപ്പെട്ടവൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഈ ഫ്ലൈറ്റ് യാത്ര ചെയ്തപ്പോഴേ അവരവിടെ വന്നേച്ച് പിന്നെ നിക്ഷേപപാത്രങ്ങളെ തുറക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ സ്മെല്ലടിച്ചപ്പോൾ എൻ്റെ പൊന്നു പാസ്റ്ററേ എനിക്ക് ഭയങ്കര ആർത്തി തോന്നി. അദ്ദേഹം പറഞ്ഞ കാര്യം എനിക്ക് അത്ര മനസ്സിലാകുന്നില്ല. കാരണം അത് വിഡ്രോവൽ പ്രശ്നങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതായിരിക്കാം. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നോ, അത് മനോഭാവം മാത്രമാണ്. എന്നാൽ ആ മനോഭാവത്തിൻ്റെ അടുത്ത പടി അത് വാങ്ങി കുടിക്കുക എന്നുള്ളതാണ്. ഫ്രീ കിട്ടുന്നൊന്നും ആരും ഉപയോഗിക്കല്ലേ. ഫ്രീ അല്ല, നമ്മൾ പൈസ കൊടുത്തേച്ചാൽ. അതുകൊണ്ട് നിവൃത്തിയുണ്ട്, നമ്മൾ ഈ എയർ അറേബ്യക്കൊക്കെ പോകുന്നതാണ് നല്ലത്. വെറുതെ എന്തിനാണ് നമ്മൾ കള്ള് കുടിക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്നത്? ഇത് ഞാൻ എയർ അറേബ്യയുടെ ബ്രാൻഡ് അംബാസിഡർ ഒന്നും അല്ല ഇവിടെ കേട്ടോ. അതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കും. നമ്മളെന്തിനാണ് വെറുതെ പൈസ കൊടുക്കുന്നേ വല്ലവർക്കും കുടിക്കാൻ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനതങ്ങ് ഒരു ലൈറ്റർ സെൻസിൽ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ആ നിലയിൽ അതെടുത്താൽ മതി. പ്രിയപ്പെട്ടവരെ, ആക്ഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്. അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം സങ്കല്പ യാഥാർത്ഥ്യങ്ങളാണ് കേട്ടോ. അരിഞ്ഞതിക്കല്ലോ ഉപദേശിക്കുകയോ അത് എന്നെക്കുറിച്ചാണെന്ന് പറയുന്നതല്ലേ ഇവന്, അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സങ്കല്പ യാഥാർത്ഥ്യം. അദ്ദേഹം പറയുക, തന്നെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ക്ഷമിക്കണം, എൻ്റെ മനസ്സിൽ ആ താല്പര്യം ഉണ്ടായത് തന്നെ തെറ്റാണല്ലോ, പ്ലീസ് ഫോർഗീവ് മീ. എന്നാൽ അടുത്തിരുന്ന് കള്ളു കുടിക്കുന്നവനെ ആ വ്യക്തി പുച്ഛത്തോടെ നോക്കുക. എന്തൊരു വിവരം ബോധം ഇല്ലാത്തവൻ എന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ പേരാണ് എന്താ? വിധിക്കുക. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഇത് തമ്മി മനസ്സിലുണ്ട്, പക്ഷെങ്കിൽ വാങ്ങി കുടിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ കുടിക്കുന്നവനെ കണ്ടിട്ട്
എന്തോ ഒരു പുച്ഛമാണെന്നറിയോ? ഇത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ കുഴപ്പമില്ല, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദമില്ല. കാരണം യു കമ്മിറ്റഡ് ദ സെയിം സിൻ ആൻഡ് യെറ്റ് യു ജഡ്ജ് ഹിം. ഡു യു ഫോളോ മീ? അതാ പോൾ അവിടെ പറയുന്ന കാര്യം. അപ്പൊ ഈ മനുഷ്യന് പറയുകയാണ്, പൗലോസേ, നീ ആ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾ നിങ്ങളോട് അഗ്രി ചെയ്യുകയാണ്. ഞങ്ങൾ ആ കാര്യമൊന്നും ചെയ്യുന്നവരല്ല. എത്ര മോശപ്പെട്ട കാര്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ആക്ഷന് മാത്രമല്ല നമ്മുടെ ആത്മീക ജീവിതത്തിൽ കേടുവരുത്താൻ കഴിയുന്നത് ആറ്റിറ്റ്യൂഡിന് വരുത്താൻ പറ്റും. കേട്ടെ, ഞാൻ എൻ്റെ സഹോദരനോട് ഞാൻ കോപിക്കുന്നില്ലായിരിക്കാം, പക്ഷേ എൻ്റെ ഉള്ളിൽ കയ്പും പകയുണ്ടെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നെ ആത്മീയമായിട്ട് ബാധിക്കാൻ തുടങ്ങും. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അല്പം സിവിലൈസ്ഡ് ആയതുകൊണ്ട്, സിവിലൈസേഷൻ അല്ലെങ്കിൽ അല്പം സിവിലൈസ്ഡ് ബിഹേവിയർ ഉള്ളതുകൊണ്ട് ഞാൻ വേറൊരുത്തനെ അവനോട് അതേ നാണയത്തിൽ പറഞ്ഞില്ലായിരിക്കാം, പക്ഷേ എൻ്റെ ഉള്ളിൽ ആ കോപം പകയും ഞാൻ വെക്കുകയാണെങ്കിൽ ആത്യന്തികമായി ആത്മീകമായിട്ട് അത് ഭയങ്കര ഡാമേജിങ് ആയത് നമ്മൾ മറക്കരുത്. ആക്ഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ്, നമ്മുടെ കർത്താവ് അതിൻ്റെ അവസാനത്തെ വാക്ക്. നിങ്ങൾ ആ വേദഭാഗം ഒന്ന് എടുത്തേ, പെട്ടെന്ന് അത് വായിച്ച് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യവും 27-ാം വാക്യവും ഒന്ന് വായിച്ചു. പുസ്തകത്തിലുള്ളതല്ലേ, നമുക്ക് വായിക്കാം. ലെറ്റ് us all read it. നോക്കുക, കർത്താവ് ന്യായപ്രമാണത്തിലെ ഒരു പ്രധാനപ്പെട്ട കൽപ്പനയെ എടുത്തിട്ട് പറയുകയാണ്. കൊല ചെയ്യരുതെന്നും പിന്നെ ആരെങ്കിലും കൊല ചെയ്താൽ അവൻ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് പറയുക, ഞാനോ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അതിന് വിപരീതമായ ഒന്നല്ല കർത്താവ് പറയുന്നത്, നേരെ മറിച്ച് ആ പറഞ്ഞതിൻ്റെ അർത്ഥമാണ് കർത്താവ് പറയുന്നത്. മനസ്സിലാക്കണേ. കാരണം അവര് ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ളൂ. ലോ അനുസരിച്ച് കൊലപാതകം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുവനെ കത്തിയെടുത്ത് കുത്താൻ ചെന്നു കഴിഞ്ഞാൽ അത് കൊലപാതകമൊന്നുമല്ല, അത് കൊലപാതക ശ്രമമാകത്തേ ഉള്ളൂ. കുത്തിയാലും കൊലപാതകമാകുകയില്ല ടെക്നിക്കലി. അന്നേരം കുത്തിയെന്നേ വരുന്നുള്ളൂ. അതിൻ്റെ വകുപ്പുകൾ വേറെയാണ്. പിന്നെ ഞാൻ എപ്പോഴാണ് കൊലപാതകനാകുന്നേ? ഞാനൊരുത്തനെ കത്തിയെടുത്ത് കുത്തി അവൻ മരിച്ചു കഴിയുമ്പോൾ ഞാൻ ആരായി. അപ്പം ഇതാണ് കൊലപാതകം. അന്നും അങ്ങനെ തന്നെയാണ്. നിയമത്തിൻ്റെ മുന്നിൽ കൊലപാതകം എന്ന് വെച്ചാൽ അങ്ങനെയാണ് എല്ലാ കാലത്തും എല്ലാവരും മനസ്സിലാക്കുന്നത്. എന്നാ കർത്താവ് പറഞ്ഞു, വായിച്ചു, ഞാനോ നിങ്ങളോട് പറയുന്നത്. നോക്കുക, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം എന്താവും? ന്യായവിധിക്ക് യോഗ്യനാകും. അപ്പോൾ sin is not only an action, it is also an attitude. So if I have the attitude of sin, I don't act upon my attitude, and I am quick to judge others. എൻ്റെ മനോഭാവം ഉള്ളിലുണ്ട്, പ്രവൃത്തി വന്നിട്ടില്ല. പ്രവൃത്തി വരാതെ മനോഭാവം വെച്ചുകൊണ്ട് ഞാനൊരു നല്ല ആളാണെന്ന് കാണിക്കാൻ ഞാൻ എന്തു ചെയ്യും?
പ്രവൃത്തി ചെയ്യുന്നവനെ വിധിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ കർത്താവ് പറയുക, കർത്താവിൻ്റെ ദൃഷ്ടിയിൽ പോൾ പറയുന്നു പരിശുദ്ധാത്മാവിനാൽ, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറവാൻ ഇല്ല. കാരണം അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. നോക്കുക, അപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ? അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം. പിന്നെ താഴോട്ട് നിങ്ങൾ സമയമില്ലാത്തതുകൊണ്ട് അത് നിങ്ങൾ വായിച്ച് നോക്കിക്കോളൂ. പിന്നീട് മത്തായി 5:27 പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് അതിനെ റീഡിഫൈൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ നിങ്ങൾ ചോദിക്കും, ഇത് തമ്മിൽ ഒന്നാണോ? അല്ല, ഫലത്തിൽ വ്യത്യാസം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇവിടെ കൊല ചെയ്യുന്നവൻ എന്തു പറ്റും? ശിക്ഷ അനുഭവിക്കും, ഇവിടുത്തെ ജയിലിൽ പോകും. പക്ഷെങ്കിൽ ഈ മനോഭാവത്തിൽ ക്രമീകരണം വരുത്താതെ, ശുദ്ധീകരണം പ്രാപിക്കാതെ ഒരുവൻ അതിൽ തുടരുന്നെങ്കിൽ നിത്യശിക്ഷയ്ക്ക് അവൻ അർഹനാകും. ഇതാ വ്യത്യാസം. മനസ്സിലാക്കണം. ഇത് തമ്മിലുള്ളതാകുന്ന ആ വ്യക്തമാകുന്ന, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതെന്നറിയോ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളതാകുന്ന ഒരു ഫലം അതിന് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചിന്തിക്കും ഓക്കെ. എന്നാൽ ഓക്കെ, ഞാൻ അപ്പോൾ ഒന്നാമതായിട്ട് വൈ ഇറ്റ് ഈസ് നോട്ട് എസ്കേപ്പബിൾ, ഇത് തെറ്റിയൊഴിയാവുന്നതല്ല. പൗലോസ് പറയുക, അന്യനെ വിധിക്കുന്ന നീ അത് തന്നെ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അത് തെറ്റിയൊഴിയാൻ പറ്റുകയില്ല. 2, എന്തുകൊണ്ടാണ് പോൾ പറയുന്നത് ഇത് തെറ്റിയൊഴിയാൻ പറ്റുകയില്ല? 2-ാമത്തെ വാക്യം വായിച്ചു. 2-ാമത്തെ വാക്യം. നോക്കുക, ദൈവത്തിൻ്റെ വിധി സത്യാനുസരണയായിരിക്കുന്നു. മോനെ ഒന്ന് വായിക്കാമോ? Verse 2. Based on truth. ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഒന്ന്, ദൈവം സത്യവാനാണ്. അതുകൊണ്ട് ആ വിധിയിൽ ഒന്നാമത്തെ കാര്യം, അവിടെ ഒരു പ്രജുഡിസും ഉണ്ടാകുകയില്ല. അവിടെ ഒരു പ്രജുഡിസും ഒരു മുൻവിധിയുമില്ല. കാരണം ദൈവം സത്യവാനാണ്. 2, നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വിധിയിൽ അത് സത്യമാകുന്നതിൻ്റെ കാരണം എവിഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര റിയലായിരിക്കും. റിയൽ എവിഡൻസാണ്. ടെക്നിക്കാലിറ്റിയിൽ കേസ് തള്ളിപ്പോവുകയല്ലെന്ന സാരം. പല കേസുകളും തള്ളിപ്പോകാറുണ്ട്. അത് പ്രോസിക്യൂട്ടറിനും അറിയാം, ജഡ്ജിനും അറിയാം, ഡിഫെൻഡ് ചെയ്യുന്ന വക്കീലിനും അറിയാം ഇവനത് ചെയ്തതാണെന്ന് നന്നായിട്ടറിയാം. പക്ഷെ കേസ് വിധി വരുന്നവനെ പറയും, കേസ് ഈസ് നോട്ട് പ്രൂഫ്ഡ് ബിയോണ്ട് ഓൾ റീസണബിൾ ഡൗട്ട്സ്. ശ്രദ്ധിക്കണം, they accused what he committed, അവൻ ചെയ്തത്, it is not proved beyond all reasonable doubts. ആ റീസണബിൾ ഡൗട്ട്സിൻ്റെ അപ്പുറത്തായിട്ട് അത് തെളിയിക്കപ്പെട്ടില്ല. പ്രോസിക്യൂട്ടർക്ക് അറിയാം ഇവൻ അത് ചെയ്തതാണ്, ഡിഫെൻഡ് ചെയ്യുന്ന വക്കീലിനറിയാം, ജഡ്ജിനും അറിയാം. പക്ഷെങ്കിൽ കേസ് തള്ളിപ്പോകും. അതിൻ്റെ കാര്യമല്ല, ടെക്നിക്കൽ ഗ്രൗണ്ട്. പക്ഷെ ഇപ്പോൾ പറയുന്നതെന്നറിയാം, ദൈവത്തിൻ്റെ ആയുധിയിൽ അങ്ങനെ ഒരു മിസ്കാരിയേജ് ഓഫ് ജസ്റ്റിസ് ഉണ്ടാകില്ല. കാരണം അതെങ്ങനെയാണെന്നറിയാമോ? റിയൽ എവിഡൻസിനെ ബേസ് ചെയ്തായിരിക്കും. റിയൽ എവിഡൻസ്. ഒരു മിസ്കാരിയേജും അവിടെ ഉണ്ടാകത്തില്ല. പ്രിയപ്പെട്ടവരെ, ഈ 2 പ്രധാനപ്പെട്ട കാരണം നിമിത്തമാണ് നാം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന്
ആർക്കും തെറ്റിയൊഴിയുവാൻ കഴിയുന്നതല്ല. ഈ രണ്ട് കാരണങ്ങൾ. എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അടുത്ത വാക്യം ഒന്ന് വായിക്കാം. അതിൻ്റെ 4-ാം വാക്യം. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. അവ ദൈവം ദയയുള്ളവന്, ദൈവം ദയയുള്ളവന്, കരുണയുള്ളവന്. ആ ദൈവത്തിൻ്റെ സ്വഭാവം. പ്രിയപ്പെട്ടവരെ, ദൈവം കരുണയും കൃപയും ഉള്ളവനായതുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മളോട് പകരം ചെയ്യാതിരുന്നു, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മളോട് പകരം ചെയ്യാതെ നമ്മൾ പൊടിയാണെന്ന് ഓർത്തത്. അതിൻ്റെ കാരണം എന്നാ? യഹോവ കൃപയുള്ളവനും മഹാദയും ദീർഘക്ഷമയുമുള്ളവനാണ്. യഹോവ കൃപയുള്ളവൻ, മഹാദയും ദീർഘക്ഷമ. ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് സഫറിങ്, ലോങ് പേഷ്യൻസ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മളൊക്കെ പാപം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ, ഈവൻ ആഫ്റ്റർ ബീയിങ് ബോൺ അഗെയിൻ, even after being the children of God, many went ahead, sinned and sinned and sinned. I have sinned, you have sinned, everybody has sinned. But what did God do? God opened the door of forgiveness. He kept it open. He kept it open for so long. ദൈവം ആ ദയയുടെ വാതില് തുറന്ന് പിടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പിടിച്ചുകൊണ്ടേയിരുന്നപ്പം ദൈവത്തിൻ്റെ കൃപയാൽ അതിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാ വലിയ ഭാഗ്യം. Even after we have been born again, God was so kind to us. ദൈവം മഹാദയും മനസ്സലിവും കരുണയും നമ്മുടെ അകൃത്യങ്ങൾക്കും നമ്മുടെ പാപങ്ങൾക്കും ഒത്തവണ്ണം നമ്മളോട് പകരം ചെയ്യാതിരുന്നു. എന്നാൽ അതിനോട് രണ്ട് മനോഭാവം ഒരുത്തനുണ്ടാകാം. എനിക്കും നിങ്ങൾക്കും രണ്ട് നിലയിൽ അതിനോട് പ്രതികരിക്കാം. ഒന്ന്, ഞാൻ എന്താ പറയുന്നത്, ദൈവത്തിൻ്റെ ആ കരുണ എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുക വേണ്ടത്. അപ്പം ഞാൻ ചിന്തിക്കുമ്പം ഞാൻ പാപം ചെയ്തു, പക്ഷെ കർത്താവ് കരുണ തോന്നിയിട്ട് എൻ്റെ അകൃത്യത്തിന് തക്കവണ്ണം എന്നോട് പകരം ചെയ്യാതെ എന്നെ ശിക്ഷിച്ചു. അപ്പോൾ അടുത്ത ആഴ്ച എനിക്ക് പാപം ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി വരിക. അപ്പം ഞാൻ ചിന്തിക്കുക, കുഴപ്പമില്ല, അടുത്ത ആഴ്ച അങ്ങ് വേണേ ഒരു 3 ദിവസം ഉപവസിച്ച്, എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും, അങ്ങ് ക്രമീകരിച്ചാൽ മതി. ലേറ്റസ്റ്റ് ഇപ്പോഴത്തെ കാര്യം ഇപ്പം നടക്കട്ടെ. നോ, എന്തിനാ കരുണ കാട്ടിയത്? കരുണ കാട്ടിയത് പാപം ചെയ്താൽ കുഴപ്പമില്ലെന്നുള്ളൊരു ബോധം എന്നിൽ ഉണ്ടാക്കാനല്ല. എൻ്റെ പൊന്നു കർത്താവേ, ഞാൻ പാപം ചെയ്തിട്ട് എന്നെ കൈക്കൊണ്ടല്ലോ, ഇനിയും എനിക്കത് ചെയ്യാനിടയാകരുതേ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ ദയ നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകണം? മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകണം. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു എന്നുള്ളത് ഇനി പാപം ചെയ്താൽ കുഴപ്പമില്ലെന്നുള്ളൊരു ചിന്തയല്ല നമ്മുടെ മനസ്സിലേക്ക് വരുത്തേണ്ടത്. പിന്നെയോ,
അയ്യോ എൻ്റെ പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും ഒത്തവണ്ണം എന്നോട് പകരം ചെയ്യാതെ അപ്പനും മക്കളോടെന്നതുപോലെ എന്നോട് കരുണ തോന്നിയത് കൊണ്ട് ലോർഡ്, ഐ ഡോണ്ട് വാണ്ട് ടു സിൻ അഗൈൻസ്റ്റ് യു അഗെയിൻ. ലെറ്റ് മീ നോട്ട് സിൻ അഗൈൻസ്റ്റ് യു. ആയുഷ്കാലം ഒരിക്കലും എനിക്ക് അങ്ങയോട് പാപം ചെയ്യാതെ ജീവിപ്പാൻ കൃപ തരണമേ. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ കൊണ്ടാണ്. എന്നാൽ ചിലരെന്തോ ചെയ്യും, ദൈവത്തിൻ്റെ ദയയും ദീർഘശാന്തിയുടെ ഐശ്വര്യം എന്തു ചെയ്യും? നിരസിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ വേണ്ടിയുള്ളതാണെന്നുള്ള ആ വലിയ ബോധ്യത്തോടെ, തിരിച്ചറിവോടെ നമ്മുടെ ഈ ലോകവാസം നമുക്ക് ഭയത്തോടെ കഴിക്കാം. നമ്മുടെ ദൈവം കരുണയുള്ള പിതാവാണ്. എന്നാൽ കരുണയുള്ള പിതാവാണെങ്കിലും ഒരു കാര്യം മറക്കല്ല്, ദൈവത്തിൻ്റെ ന്യായവിധി സത്യത്തിനനുസരണമായിരിക്കും. ദൈവം നീതിയുള്ളവനാണ്. മാത്രമല്ല, ദൈവത്തിന് മുഖപക്ഷമില്ല. അതുകൊണ്ട് കർത്താവേ, ഞങ്ങൾക്ക് ആരെയും വിധിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ തന്നെ വിധിക്കുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ പകൽ സമയം ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും.